പാലക്കാട് പോലെയോ നേമം പോലെയോ ഒരു പ്രധാനപ്പെട്ട സീറ്റായിട്ട് പറയേണ്ടതാണ് ചാത്തന്നൂർ എന്ന്. ഏറ്റവും കുറഞ്ഞത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 8 സീറ്റ് ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. 2030 ശേഷം ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് NDAയുടെ ഒരു നിർണായക ശക്തിയായിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ എല്ലാ തന്നെയും കൂടെ ഒന്നിച്ചേർത്ത് ജനസംഘവും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകൾ എല്ലാവരെയും ഒന്നിച്ചേർത്തുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ ഒരു ജയപ്രകാശ് നാരായൺ കേരളത്തിലും ബി ജെ പിക്ക് ഉണ്ടായിക്കൂടെയില്ല. 1970കളിൽ കരുണാകരൻ UDF ഉണ്ടാക്കിയെങ്കിൽ ഇനി വരാൻ പോകുന്ന ബി ജെ പിയുടെ ധർമ്മം UDFനെയും LDFനെയും പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു പുതിയ മേൽക്കൂരയിൽ ഒരു പുതിയ മൂന്നാം മുന്നണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 2,69,53,000 പരം പേർ വിധിയെഴുതുവാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതിൽ 1,38,00,000 പരം വനിതകളും ഒപ്പം 1,31,00,000 പരം പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത്. ഒരു 75% മുകളിൽ പോളിംഗ് പോകും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇത്തരത്തിൽ വാശിയേറിയ പ്രചരണം കേരളം മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ജനങ്ങൾ അത്രയേറെ വിഷയങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ആ ഒരു ഗ്രാവിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടുവരുവാൻ 3 മുന്നണികൾക്കും സാധിച്ചിരിക്കുന്നു. ഇവിടെ പ്രചരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യമാകുന്നത് NDAയുടെ കുതിപ്പാണ്. അവരിവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന പ്രതീതി സൃഷ്ടിച്ചതോടുകൂടിയാണ് ഇടത് വലത് മുന്നണികൾ ഒരു ആശങ്കയിലായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് പല വിധത്തിലുള്ള അടവുകൾ പയറ്റുന്ന രീതി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വേളയിലും ഞങ്ങൾ ചോദിക്കുകയാണ്. BJP ഈ തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള മുന്നേറ്റമാണ് നടത്തുക? അവരുടെ മുന്നേറ്റം നമ്പറുകളിലേക്ക് വരുമ്പോൾ അത് എത്ര സീറ്റായി മാറും? നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. BJP മുൻപ് എന്നത്തെക്കാളും ഇടത് ക്യാമ്പുകളിൽ ആശങ്ക പരത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് ഇക്കുറി നടത്തിയിരിക്കുന്നത്. പലതിലും ഇരു ക്യാമ്പുകളിലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം അവർ നടത്തുമ്പോൾ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വിശകലനം ചെയ്ത് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. മണ്ഡലങ്ങൾ പലതിൻ്റെയും പേര് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? BJPക്ക് NDAക്ക് എത്രത്തോളം ഒരു ചലഞ്ചിങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നു? ഒരു വിന്നിങ് പൊസിഷനിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്? ചലഞ്ചിങ് ഇമ്പാക്റ്റ് ആദ്യം പറയാം. ഒരു 50 മണ്ഡലങ്ങളിൽ ചലഞ്ചിങ് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് കേരളത്തിൽ കാണുന്നത്. ഇതിനു മുമ്പ് ഒരു 10 അല്ലെങ്കിൽ 15 സീറ്റുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു മത്സരം, ഒരു ത്രികോണ മത്സരം പോലെ തോന്നുന്നൊക്കെ നടത്തുമെന്നുള്ളത് കവിഞ്ഞ് അതിന് ഉപരിയായിട്ട്, അതായത് ഒരു 30-35 മണ്ഡലങ്ങളിൽ 1-2 സ്ഥാനങ്ങളിൽ വരാവുന്നതും, അത് കഴിഞ്ഞൊരു 15ഓളം മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത് മൂന്നാമത്, എന്ന് വെച്ചാൽ 2000 വോട്ടിന് 3000 വോട്ടിനൊക്കെ മൂന്നാമത് വരുന്നതുമായ സ്ഥലങ്ങളുണ്ട്. ഇത് വിധി നിർണായകമാണ്. ഈ 50 മണ്ഡലങ്ങൾ ഏതാണ്ട് ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്നതിനിടയ്ക്ക് ഈ 50 മണ്ഡലങ്ങൾ അതിനിർണായകമാണ്. ഇതിൽ എത്ര വോട്ട്, ഇപ്പം 40,000 വോട്ടാണ് പിടിക്കുന്നതെങ്കിൽ അത് വിജയിക്കാനുള്ള വോട്ടല്ല. പക്ഷേ 40,000 വോട്ട് BJPക്ക് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അധികം വന്ന വോട്ടുകൾ, അവർക്ക് ബേസ് വോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 25-30 ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന 10,000 15,000 ഉണ്ടെങ്കിൽ അത് എവിടുന്ന് വന്നു? അത് LDFിൽ നിന്നാണോ UDFിൽ നിന്നാണോ എന്നുള്ളതാണ് അവരുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഒരു 8 സീറ്റിലെങ്കിലും BJPക്ക് വിജയിക്കാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്, അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമാക്കിയാൽ. ഒരു റഫ് കണക്ക് നോക്കിയിട്ട് തന്നെ ഒരു 30 സീറ്റ് കട്ട ത്രികോണ മത്സരമാണ്. 30 സീറ്റിൽ അത് 30 സീറ്റിൽ തനി ത്രികോണ മത്സരം. അങ്ങ് തുടക്കം മുതൽ തന്നെ നമ്മുടെ ചർച്ചയിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങ് പറഞ്ഞതാണ് 30 സീറ്റിൽ ത്രികോണ മത്സരം വളരെ ശക്തമായിരിക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ പേര് സഹിതം വേണമെങ്കിൽ പറയാം. അതിൽ ഏതാനും പേരുകൾ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം? ഏറ്റവും ശക്തമായൊരു മഞ്ചേശ്വരം, പാലക്കാട്, മലമ്പുഴയിൽ ത്രികോണ മത്സരം കട്ടിയായിട്ട് നടക്കുകയാണ്. പലരും പാലക്കാട് മാത്രമേ പറയാറുള്ളൂ, മലമ്പുഴയിലും അതേ അവസ്ഥയാണ്. നാട്ടിക, തൃശ്ശൂർ പറയും പലരും, പത്മജയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥലമാണ് തൃശ്ശൂർ. പക്ഷേ നാട്ടികയിൽ CC മുകുന്ദൻ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്.
വൈക്കം അജിത്ത് നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നു. പൂഞ്ഞാർ പാല ഒരിക്കലും തഴയാൻ കഴിയാത്ത വിധത്തിലുള്ളതാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി വിടുന്നു, അവിടെയും ഏതാണ്ട് അതുപോലെയാണ്, ഇത് വിടുന്നില്ല. ദേവികുളം രാജേന്ദ്രൻ നല്ല ഉഗ്രൻ മത്സരമായിട്ട് അവിടെ മുന്നേറുന്നു. ഏറ്റുമാനൂര് 2020 സ്ഥാനാർത്ഥി വളരെ ഇതായിട്ട് നീങ്ങുന്നു. തൃപ്പൂണിത്തറയിൽ അതുപോലെ തന്നെ ഏറ്റുമാനൂരും തൃപ്പൂണിത്തറയിലും 2020 സ്ഥാനാർത്ഥിക്ക് അത്രയേറെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. വിജയിക്കുമോ എന്നുള്ളത് അവസാന നിമിഷത്തെ ചില മാറ്റങ്ങൾ കൂടി കണക്കാക്കി പറയാം. കാരണം 5% ആൾക്കാർ ഇപ്പോഴും വോട്ട് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. വോട്ടിങ്ങിനെ കുറിച്ച് ഡിസിഷൻ എടുക്കാതെ നിൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. ആ 5% എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏതാണ്ട് 1.5 ലക്ഷം വോട്ട് വരുമെങ്കിൽ, പോൾ ചെയ്യുമെങ്കിൽ 7,500 വോട്ട്. ആ 7,500 വോട്ട് വളരെ നിർണായകമാണ്. അത്തരത്തിലുള്ളവരെ ലാസ്റ്റ് മിനിറ്റിൽ ആർക്ക് പോയി സ്വാധീനിച്ച് ബൂത്തിലെത്തി വോട്ട് ചെയ്യിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇലക്ഷനിൽ വിധി നിർണായകം. ഇതാണ് LDF പലപ്പോഴും ഗുണമുണ്ടാക്കുന്നത്. കാരണം LDFന്റെ ആൾക്കാർക്ക് ഈ ഒരു മിടുക്ക് ഭയങ്കരമാണ്. തനിക്ക് എന്തെങ്കിലും ഒരു അനുകൂല നിലപാടുള്ള ഒരാളെ എങ്ങനെയെങ്കിലും ചുമന്നുകൊണ്ടെന്ന് അവിടെ എത്തിച്ച് വോട്ട് ചെയ്യിക്കുന്ന പരിപാടിയുണ്ട്. ഇതുപോലെ BJPക്കും കൂടെ കഴിഞ്ഞാൽ ഇത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. ഞാൻ ഈ പറഞ്ഞത് തീരുന്നില്ല. ഏറ്റുമാനൂർ പറഞ്ഞു, തിരുവല്ല വളരെ പ്രധാനപ്പെട്ടതാണ്. അനുവാനണി മത്സരിക്കുന്നത്. അതുപോലെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയാണ് അവിടെ പ്രമുഖനെങ്കിലും സന്ദീപ് വാചസ്പതി ഉഗ്രൻ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി CR മഹേഷിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വളരെ മുന്നേറുന്നത് മഹേഷാണെന്ന് പറയുമ്പോൾ പോലും അവിടെ ജിതിന്റെ മത്സരം ഒട്ടും കുറച്ച് കാണാൻ കഴിയാത്തതാണ്. ചാത്തന്നൂർ വളരെ ശക്തമായ മത്സരം. ചാത്തന്നൂർ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് പാലക്കാട് പോലെയോ നേമം പോലെയോ ഒരു പ്രധാനപ്പെട്ട സീറ്റായിട്ട് പറയേണ്ടതാണ് ചാത്തന്നൂർ എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ വരുന്നത്. കാരണം അവിടെ ഈഴവ വോട്ടുകളുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. അവിടെ ഈഴവ കാൻഡിഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ BJPക്കാണെങ്കിലും LDFനും അത്തരത്തിലൊരു കാൻഡിഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇതൊരു കട്ട ത്രികോണ മത്സരം. അത് ഫിനിഷിംഗ് പോയിന്റിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ BJPക്ക് ഒരു എഡ്ജ് ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഈ കരുനാഗപ്പള്ളിയിലും അതേ അവസ്ഥയാണ്. മഹേഷൊക്കെ നല്ല വോട്ട് പിടിക്കുകയും നല്ല വോട്ട് പിടിക്കുകയും ചെയ്താൽ ഇതിനവിടെ ജയിച്ചു പോകാന്നുള്ളൊരു അവസ്ഥ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പല മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ അവസാന നിമിഷം നമുക്ക് പെട്ടി പൊട്ടിച്ചാലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. കാരണം ഇതൊന്നും ആരും തുറന്നു പറയില്ല. ഈ സർവേകളിൽ ഇത് അറിയാൻ ബുദ്ധിമുട്ടാണ്. അതിലേക്ക് ഞാൻ വരാം. പിന്നെ കൊല്ലം ഇത്തവണ വളരെ ടൈറ്റ് ഒരു മണ്ഡലമാണ്. ഡോക്ടർ പ്രതാപ് കുമാറാണ് സ്ഥാനാർത്ഥിത്വം. അതെ, ബിന്ദു കൃഷ്ണയുണ്ട്. ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ് അവിടെയും. ഇതൊക്കെ ചിലപ്പോൾ മാറി ചില അത്ഭുതങ്ങൾ ഇതുപോലത്തെ ചില മണ്ഡലങ്ങളിൽ, എല്ലാം കൊല്ലം എന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലത്തെ 3-4 ഞാൻ പറഞ്ഞ മണ്ഡലങ്ങളിൽ സംഭവിച്ചുകൂടായില്ല. അതുപോലെ തന്നെ ആറ്റിങ്ങൽ, വർക്കല, ഈ 2 സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്പീഡ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷേ വർക്കലയിൽ സ്മിത വന്നതോടുകൂടി, സ്മിത സുന്ദരേശൻ CPM നിന്ന് തന്നെ വന്ന് സ്ഥാനാർത്ഥി ആയതോടുകൂടി ജോയിയുടെ കാര്യം വളരെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു കട്ട ത്രികോണം മത്സരം തന്നെയാണ്. കഹാറിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെല്ലാം എണ്ണിപ്പെറുക്കി പിടിക്കാൻ കഹാറിന് കഴിയും. പക്ഷേ ആ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു കയറാൻ ജോയിക്കും സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സ്മിതയ്ക്ക് കൂടുതൽ സാധ്യത അവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അവിടുത്തെ BJPക്കാരുടെ ഒരു പരാതി എന്ന് പറയുന്നത് അവിടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വേണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ കിട്ടി. കാരണം അതിൽ കുടത്തിന്റെ ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ചത്. ഇത്തവണ വേണുഗോപാൽ വന്നപ്പോഴും അങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം വന്നതെങ്കിലും വർക്കലയിൽ ഇപ്പോൾ അവർ ആഗ്രഹിച്ച ഒരു താമര ചിഹ്നം കിട്ടിയിരിക്കുകയാണ്. അത് അവർ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഇത് കഴിഞ്ഞ് പിന്നെ ഈ വർക്കലയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, കാട്ടാക്കടയ്ക്ക് ഉപരിയായിട്ട് വർക്കല, നെടുമങ്ങാട്, കാട്ടാക്കട, നെടുമങ്ങാട്, കാട്ടാക്കട, ഈ 2 മണ്ഡലങ്ങൾ ഒട്ടും പുറകിലോട്ടല്ല. നമ്മള് നേമം വട്ടിയൂർക്കാവ് വഴക്കൂട്ടമാണ് പറയുന്നതെങ്കിലും നെടുമങ്ങാടും കാട്ടാക്കടയും വളരെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അവർക്ക് നല്ല ഒരു ബേസ് വോട്ടുണ്ട്. അതിനെ ഉയർത്തുവാൻ സാധ്യതയുള്ള യുവരാജ്ഗോപാലിന്റെ സാന്നിധ്യം അവിടെ താഴെത്തട്ടിൽ വളരെ നെടുമങ്ങാടിൽ സ്വാധീനം ചെലുത്താൻ ഇടവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാട്ടാക്കടയിൽ. ഇപ്പം 4ാം തവണയാണ് കൃഷ്ണദാസ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മത്സരം ഒരു സിമ്പതി വേവ് കൂടെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും നാൾ പരാജയങ്ങൾ വന്നിട്ടും ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന് വലിയ മുതൽക്കെട്ടാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ച് തന്നെ ഒരു 25 മണ്ഡലങ്ങളായി. 25ഓളം മണ്ഡലങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഉണ്ട് 4-5 മണ്ഡലങ്ങൾ. അതുകൂടി നോക്കുമ്പോൾ
തീർച്ചയായിട്ടും ഒരു 30 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമാണ്. ഓക്കെ, ആര് ജയിക്കും correct എന്ന് ആണ്. പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ത്രികോണ മത്സരം നടക്കുകയാണ്. ഇതിൽ ഒരു 8 സീറ്റ് ഏറ്റവും കുറഞ്ഞത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 8 സീറ്റ് BJPക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ഏറ്റവും ഉറപ്പുള്ള 8 സീറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്ഥിരം പരാമർശിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് മണ്ഡലങ്ങൾ തന്നെ അല്ലെ? നേമം, കഴക്കൂട്ടം, പിന്നെ വട്ടിയൂർക്കാവ് ഉപേക്ഷിക്കാൻ ഒക്കില്ല. വട്ടിയൂർക്കാവിൽ അത് ഏത് മെക്കാനിസം ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്? ആ മെക്കാനിസം എന്ന് പറയുന്നത് പലരും പറയുന്നു, പിന്നെ അവിടെ മുരളീധരനെ പോലെ ഒരു അധികാരി നിൽക്കുന്നു, പ്രശാന്തിനെ പോലെ വേറൊരു അധികാരി നിൽക്കുന്നു. അപ്പോൾ പിന്നെ അവിടെ ശ്രീരേഖയ്ക്ക് എന്ത് സ്ഥാനം? ഈ 2 അധികാരികൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ സ്ഥാനം. അതായത് കെ മുരളീധരൻ ഇപ്പോൾ തന്നെ പലയിടത്തും പറയുന്നുണ്ട്, ചിലപ്പോൾ എന്നെ തോൽപ്പിക്കാനായിട്ട് ചില ഹിന്ദു വോട്ടുകൾ വന്നേക്കാം, അതുകൊണ്ട് ന്യൂനപക്ഷം മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യണം, ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് പിടിച്ചെടുക്കുന്നുണ്ട്. ഈ വോട്ടുകളിൽ കുറേ ഭാഗം പ്രശാന്തിന് കിട്ടിക്കൊണ്ടിരുന്നതുമാണ്. ഇങ്ങനെ വരുമ്പോൾ പ്രശാന്ത് അതുപോലെ തന്നെ മാക്സിമം വോട്ട് ഈ കുറവെന്തെങ്കിലും വരുന്നത് കൂടെ പിടിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 വിഭാഗങ്ങൾ കറക്റ്റായിട്ട് വോട്ട് വിഭജിച്ചുകൊണ്ട് പോവുകയാണ്. കോൺഗ്രസിൻ്റെ വോട്ടും CPM-ൻ്റെ വോട്ടും അങ്ങനെ വരുമ്പോൾ വെറും BJP വോട്ടുകൾ മാത്രം മതി ശ്രീരേഖയ്ക്ക് അവിടെ ജയിക്കാൻ. ഈ ഒരു അസസ്മെന്റ് പലരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. വെറും BJP വോട്ടുകൾ മാത്രം മതി അവിടെ ജയിക്കാൻ. പക്ഷേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ആരെങ്കിലും തോൽപ്പിക്കാൻ വലിയ അടിയൊഴുക്കുകൾ സംഭവിച്ചിരിക്കും. അങ്ങ് പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ നല്ലൊരു ശതമാനം കെ മുരളീധരന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കെ മുരളീധരന്റെ ടീം അവകാശപ്പെടുന്ന ഒന്നാണ് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടിൽ നല്ലൊരു ശതമാനം അവർക്ക് കിട്ടുമെന്നുള്ളത്. നായർ വോട്ടുകളിൽ നല്ലൊരു ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ്, അവകാശപ്പെട്ടുള്ളത്. ആ അവകാശവാദം ഇപ്പം നടക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞ പിന്നെ ഇദ്ദേഹം പലപ്പോഴും ഹിന്ദു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വരുന്നു എന്നുള്ളത് എഗൻസ്റ്റായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനും കൂടെ നടക്കുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ ഉറപ്പിച്ച് പറയുകയും ചെയ്തു, എനിക്കെതിരെ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത് വട്ടിയൂർക്കാവിന്റെ സാധ്യത ഒട്ടും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടുണ്ടായിരുന്നേ, ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ ഇപ്പോൾ അങ്ങനെയെങ്കിലും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഒരാളിന് അതിന് അതൃപ്തി വരാവുന്ന ഒരു സാഹചര്യം ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ശ്രീരേഖ ആയതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യില്ലെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവർ പലപ്പോഴും ജനങ്ങളുമായിട്ട് വളരെ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവര് വളരെ സ്നേഹത്തോടു കൂടി ആളുകളുടെ ഇടപെടുന്നുണ്ട്. അതിന്റെ അർത്ഥം അവര് മോശമാണെന്നല്ല. ചിലർ പറയുന്നത് ഇവർക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന്. രാഷ്ട്രീയം അറിയാത്തവർ വേണം വിചാരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. കാരണം ജനങ്ങളോട് രാഷ്ട്രീയത്തിന്റെ കപടത ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ചിത്രം? അവിടെ ഡാറ്റ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിയമത്തെ പോലെ തന്നെ വോട്ടുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഇപ്പോൾ വി മുരളീധരന് മുന്നിലെത്താനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ എതിർവശത്ത് നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് എതിരെ ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഇമേജ് വലിയ രീതിയിൽ കളങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഒട്ടേറെ വിഷയങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള വിവാദം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതലുണ്ട്. ഓക്കെ, എപ്പോഴും അതൊരു ആഭരണമായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആരോപണങ്ങൾ ഏതെങ്കിലും ഒക്കെ വന്ന് അദ്ദേഹത്തിന്റെ പടലിൽ കൂടെ വീഴാറുണ്ട്. അന്ന് മണിച്ചന്റെ ഡയറി ആയിരുന്നെങ്കിൽ പിന്നീട് അയ്യപ്പന്റെ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ചില ഫോൺ സംഭാഷണങ്ങൾ ലീക്കായത് നമുക്കറിയാം. ഒരു സ്ത്രീയുടെ ഫോൺ സംഭാഷണങ്ങളായിരിക്കാം. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ചില ചെയ്യാൻ സാധ്യതയുണ്ട്. SDPI വോട്ടിന്റെ ഒരു സംവിധാനം അത് വലിയ രീതിയിൽ ചർച്ചയായതും വിവാദമായതും നിയമത്താണ്. അത് ഏത് രീതിയിൽ കടകംപള്ളിക്കും വലിയ ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. കടകംപള്ളി ഇതിന്റെ ഒരു ആശാനാണ്. SDPI വോട്ടുകൾ കഴിഞ്ഞ തവണയും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും അത് നേടിയെടുക്കുന്നതിൽ വലിയ മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അവിടെ അവർക്ക് പ്രത്യേക ബൈക്ക് കൊടുത്ത് അവരെ അവസാന നിമിഷം ഓരോ വീട്ടുകളിൽ പറഞ്ഞയച്ച് 5000-6000 വോട്ടുകൾ മറിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയത് എനിക്ക് നല്ലപോലെ അറിയാം. ആ ഒരു കഴിവ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ സാഹചര്യം പൊതുവെ അത്തരത്തിൽ ഈസി ഒരു വാക്ക് ഓവർ അല്ല. കാരണം ഈ SDPI വോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ SDPIയുടെ വോട്ട് നേടി എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ എന്തിന് ഇത്തരത്തിൽ മതേതര പാർട്ടി എന്ന് പറയുന്നു, സെക്യുലർ എന്ന് പറയുന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ SDPI പോലൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് നേടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി എന്ത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് നിയമത്ത് വലിയ രീതിയിൽ പ്രതിഫലിക്കും. കേരളത്തിന്റെ പല സ്ഥലത്തും പ്രതിഫലിക്കും. നിയമത്ത് പിന്നെ UDF-നും അതൊരു ഗുണമാണ്. അവരും ന്യൂനപക്ഷ വോട്ടുകളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ 2 ഭാഗത്തു നിന്നും ഇത്തവണ വിഭജിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. SDPIയുടെ വകയായിട്ട് ശിവൻകുട്ടി പിടിക്കുമ്പോൾ അപ്പുറത്ത് ശബരിനാഥ്
പിന്നെ പരമ്പരാഗതമായി UDF-ന്റെ ഒരു ന്യൂനപക്ഷ പ്രീണന ശൈലി കൊണ്ട് അവർക്കും കുറേ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടുപേരും ഹിന്ദു വോട്ടിലും കൈവയ്ക്കുന്നുണ്ട്. ഓക്കെ, ഞാനും ഹിന്ദു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും വലിയ ഗുണം അദ്ദേഹം ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഇതിൽ പോകാതെ സമചിത്തതയോടുകൂടി പോകുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഓക്കെ, ഏറ്റവും വലിയ കാര്യം ശശി തരൂരുമായി മത്സരിച്ചപ്പോൾ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേമത്തുണ്ടാക്കിയ ആളാണ്. ശരിയാണ്. അതാണ് ഇവിടെ ശിവൻകുട്ടിയല്ല, ശശി തരൂരുമായി മത്സരിച്ചപ്പോൾ, ശശി തരൂരിൻ്റെ ഒരു ഇമേജ് നമുക്കറിയാമല്ലോ, അദ്ദേഹവുമായി മത്സരിച്ചപ്പോൾ 22,000 വോട്ടിന്റെ ലീഡാണ് അവിടെ നേമത്തുണ്ടായിരുന്നത്. അത് ഇത്തവണ അതുപോലെ ആവർത്തിക്കണമെന്നില്ല, കാരണം വേറെ ഒരുപാട് ഘടകങ്ങൾ, പിന്നെ വർഗീയ ഘടകങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു 7,000 വോട്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് ലീഡുണ്ട്. ആ ലീഡ് ഒക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു മേൽക്കൈ എന്തായാലും പിന്നെ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും പാലക്കാട് അടിയൊഴുക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേട്ടിരുന്നു. അവിടെ അടിത്തട്ടിൽ വർക്ക് ചെയ്യാൻ BJPക്ക് ആളില്ലെന്ന് കേട്ടിരുന്നു. അതിനെയൊക്കെ തന്നെ അവർ അതിജീവിച്ചു എന്നുള്ള റിപ്പോർട്ട് അതിന് പിന്നാലെ വരുന്നുണ്ട്. വളരെ ശക്തമായിട്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, താനാണ് ഏക പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. സിനിമാക്കാരനും പിന്നെ റെസ്റ്റോറൻറ്റുകാരനും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥ കാൻഡിഡേറ്റ് എന്ന് പറയാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. മഞ്ചേശ്വരത്ത് ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള K സുരേന്ദ്രനുണ്ട്, BJPയുടെ മുതിർന്ന നേതാവ് ഉണ്ട്. അദ്ദേഹം അവിടെയാണ് ഏറ്റവും വലിയ അടിയൊഴുക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞും നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരു 3 തവണ പരാജയം സംഭവിച്ച ആളാണ് സുരേന്ദ്രൻ. അദ്ദേഹത്തിന് 800 വോട്ട്, 97 വോട്ട് എന്നൊക്കെ പറഞ്ഞ്, 87 വോട്ട് എന്നൊക്കെ പറഞ്ഞ് പരാജയം സംഭവിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ അദ്ദേഹം ആ തെറ്റുകൾ തിരുത്താനായിട്ടും മിസ്റ്റേക്കുകൾ ഇല്ലാതാക്കാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വിജയം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു ശക്തമായ അത് വിട്ടുകളയാൻ പാടില്ല. തൃശ്ശൂര് നല്ല ഒരു പോരാട്ടമാണ് പത്മജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വിജയത്തിനുള്ള നീക്കമാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അത് ശരി, അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ നേട്ടം കൈവരിക്കാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ്. 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. 2 തവണ മത്സരിച്ചപ്പോഴും അവർക്ക് 40,000-ലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണെങ്കിൽ പോലും കുറേ അവരുടേതും അച്ഛൻ്റെയും ഒക്കെ വ്യക്തിപരമായ ഇൻഫ്ലുവൻസിൽ കിട്ടിയതുണ്ട്. അതിന് പുറമെ BJPയുടെ ലാസ്റ്റ് ഇലക്ഷനിൽ 43,000-ഓളം വോട്ട് പിന്നെ സുരേഷ് ഗോപി പിടിക്കുകയുണ്ടായി. അത് കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഏതാണ്ട് വിജയത്തിലെത്താൻ അവർക്ക് അനായാസം കഴിയും. പിന്നെ CPIയുടെ സ്ഥാനാർത്ഥി ഒരു കവി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ അത്രത്തോളം ഗ്രിപ്പ് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് സുനിൽകുമാറിനെ കിട്ടിയ പോലത്തെ, സുനിൽകുമാറൊക്കെ മത്സരിച്ചപ്പോഴാണ് ഇവർ പലപ്പോഴും തോറ്റുപോയിരുന്നു പത്മജ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ എതിരാളി അവിടെയും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. കോൺഗ്രസിൻ്റെ രാജൻ വളരെ ശക്തമായ കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും വീക്കായിട്ടുള്ള ചില അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് പത്മജയ്ക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ BJPക്ക് ശക്തമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. 30ഓളം സീറ്റാണെന്ന് അങ്ങ് പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞാൽ 25 5-6 എനിക്ക് പറയാൻ കഴിയും. ഞാനിപ്പോൾ പെട്ടെന്ന് ലിയോ പറഞ്ഞപ്പോൾ 8 സീറ്റിൽ അവർക്ക് ജയം നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ടോട്ടൽ 30 സീറ്റുകളിൽ എതിരാളികളെ മുൾമുനയിൽ നിർത്താൻ അവർക്ക് സാധിക്കും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത പോരാട്ടത്തിലേക്ക് കേരളം പോയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവചനാതീതം എന്ന് പറയുന്നത്. ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ആ ഭരണവിരുദ്ധ വികാരം പ്രയോജനപ്പെടുത്തുവാൻ UDF-ന് പൂർണ്ണമായും സാധിക്കുന്നില്ല എങ്കിൽ ഈ BJPയുടെ ഇമ്പാക്ട് തന്നെയാണ്, BJPയുടെ വളർച്ച തന്നെയാണ് അതിന് കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതെ, എന്തായാലും ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം പ്രവചനാതീതമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ്. പല സർവേകളിലും UDF-ന് മുൻപോട്ടുണ്ടെങ്കിൽ പോലും സൗത്ത് നോർത്ത് പോലുള്ള മണ്ഡലങ്ങളും എല്ലാം ഞാൻ വിട്ടുകളഞ്ഞതാണ്. അതൊക്കെ BJP ഭയങ്കര മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപേക്ഷിച്ചതാണ്. കോഴിക്കോടും വളരെ ശക്തമായ ഒരു മുന്നേറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നവ്യ ഹരിദാസിൻ്റെയൊക്കെ മുന്നേറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ പുരോഗതിയിലേക്ക് വരുന്ന സന്ദർഭങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ ഒരുപാട് മണ്ഡലങ്ങൾ ഞാൻ വിട്ടു. എങ്കിലും മറ്റു ചർച്ചകളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇവിടെ
ആവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് BJP ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ചർച്ചയായതുകൊണ്ട് അടിത്തട്ടിലെ പ്രവർത്തനം അവർക്ക് അവകാശപ്പെടുവാൻ RSSന്റെ കേഡർ സംവിധാനം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഒരു 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 ഗൈഡൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചങ്ങാത്തമുണ്ടെങ്കിൽ തന്നെയും, അവരുടെ ഒരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ തന്നെയും BJP എന്ന പാർട്ടി അവരുടേതായ ഒരു ശൃംഖല സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അടിത്തട്ടിൽ വർക്ക് ചെയ്യുക. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ല. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തതിന്റെ ഗുണം കിട്ടുന്നുണ്ട് അല്ലേ? അവർ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ശതമാനം കൂട്ടാനല്ല, നമ്പർ കൂട്ടാൻ അവർ പ്രവർത്തിക്കാതെ തന്നെ ജനങ്ങൾ മുന്നോട്ട് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതാണ് അവരുടെ ഒരു ഗുണം. അതാണ് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. തിരുവല്ലയിലെ കാര്യം സംസാരിച്ചപ്പോൾ പിന്നോക്ക അതെ ഹിന്ദു വിഭാഗങ്ങളിൽ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം UDF നിന്ന് ചോരുന്നു, എത്രത്തോളം LDF നിന്ന് ചോരുന്നു, അതനുസരിച്ചിരിക്കും അവരുടെ 60-ന് മുകളിലുള്ള പെർഫോമൻസ്. അതാണ് ഈ ഹിന്ദു വോട്ടുകളിൽ മാത്രമല്ല, ക്രിസ്ത്യൻ വോട്ടുകളിലും അവർക്ക് ഒരു ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചു. അനൂപ് ആന്റണി വളരെ അഗ്രസീവാണ്, എനർജറ്റിക് ആണ്, ഒപ്പം തന്നെ ഡൈനമിക് ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന് വലിയൊരു ബൂസ്റ്റ് കൊടുത്തു. എനിക്കൊപ്പം വർക്ക് ചെയ്ത ആളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഷോണിന്റെ ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ഞാനത് ആ മണ്ഡലത്തിലെ അസസ്മെന്റ് പലരിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പറയുകയാണ്. ഷോൺ ജോർജ് ഒട്ടും പുറകിലല്ല, വളരെ ശക്തമായി 3 പേർക്ക് ഒപ്പം നിൽക്കുകയാണ്. ആ വിധത്തിലാണ് അവിടുത്തെ ഒരു ഇലക്ഷൻ. ഓക്കെ. PC ജോർജിന് എന്തായാലും അവിടെ പൂഞ്ഞാറിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് വലിയൊരു ഫാക്ടറാണ്. അവിടെ അവരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ മറികടന്ന് അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ള അതിനും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതായ ചില വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ അദ്ദേഹം പിടിക്കും. പ്ലസ് BJPയുടെ ഒരു 20,000-ഓളം വോട്ടുണ്ട്. അതുകൂടെ വന്നാൽ അദ്ദേഹത്തിന്റെ ഫൈറ്റ് ഒട്ടും മോശമല്ല. ആരുടെയും സഹായമില്ലാതെ മത്സരിച്ചപ്പോൾ അദ്ദേഹം തെളിയിച്ചതാണ്. 40,000-ലധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു 40,000, 38,000 വോട്ട് ഇപ്പോഴും ഉണ്ട്. ചില തീവ്ര മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. പ്ലസ് BJPയുടെ ഒരു 20,000 വോട്ട്, അത് കണ്ണടച്ചുകൊണ്ട് കിട്ടുന്ന വോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ സേഫ് ആവുമല്ലോ. വളരെ സേഫാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളിലെ അദ്ദേഹത്തിന് അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ടതുള്ളൂ. പൂഞ്ഞാർ, പാല, തിരുവല്ല ഈ 3 സ്ഥലത്തും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഈ കാഞ്ഞിരപ്പള്ളിയിൽ പിന്നെ ഞാൻ അത് പറയാത്തതെന്ന് വെച്ചാൽ അവിടുത്തെ വേറൊരു കെമിസ്ട്രിയാണ് നിൽക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റൂ. വോട്ടിൻ്റെ ഒരു പോളിംഗും കൂടെ നോക്കിയിട്ട് നമുക്കത് പറയാവുന്ന കാര്യം മാത്രമാണ് അല്ലേ? അപ്പോൾ എന്തായാലും BJP വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്, ഇതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അല്ലേ? അല്ല, ഇതൊരു സ്പെഷ്യൽ തെരഞ്ഞെടുപ്പാണ്. അതായത് 1957-ന് ശേഷം കേരളം കണ്ട ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. പ്രത്യേക വിധിയാണ് ജനവിധിയാണ് ഉണ്ടാകാൻ. ഇനി എങ്ങാനും 65 ആവർത്തിക്കുമോ? 1965-ലെ തെരഞ്ഞെടുപ്പ് അങ്ങേക്ക് ഓർമ്മ കാണും. അതെ, ഞങ്ങളൊന്നും ഇല്ല, പക്ഷേ വായിച്ചുള്ള അറിവാണ്. അതിലാണ് ഞാൻ ചോദിക്കുന്നത്. 1965-ൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അത് വന്നാലും ഇത്തവണ അങ്ങനെ ആരും വിട്ടുകളയില്ല. പണ്ടെന്ന് വെച്ചാൽ കുറെ കൂടെ മാന്യന്മാരായിരുന്നു, ഉറച്ച് ഞങ്ങളുടെ ലൈനിൽ നിൽക്കുമായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ വെള്ളം ചേർത്ത് വെളിയിൽ നിന്ന് വേണമെങ്കിൽ പിന്തുണ തന്നോ, ഞങ്ങളും പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത്തവണ തൃശങ്കു വന്നാലും ആ തൃശങ്കുവിലും BJPക്ക് കിട്ടുന്ന ഒരു 8 സീറ്റാണെങ്കിൽ ആ 8 സീറ്റിന്റെ പുറത്തു നിന്നുള്ള ഒരു തള്ളില്ലാതെ നിന്നുകൊണ്ട് ഭരിക്കാൻ ചിലർക്ക് കഴിഞ്ഞെന്നിരിക്കും. അതാണ് ഇനി വരുന്ന ഇലക്ഷന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ 2020-യുടെ കുന്നത്തുനാട്ടിലെ പെർഫോമൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2020-ക്ക് വിജയമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് തന്നെ 19,000 പുറത്ത് വോട്ടുള്ളതാണ്. ഇപ്പോൾ BJPയും കൂടെ ചേർന്നപ്പോൾ അവിടെ വിജയത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, BJPക്ക് അടിസ്ഥാനപരമായ വോട്ടുള്ള കുറേയേറെ സീറ്റുകളിൽ 2020 മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സാബു ജേക്കബ് മത്സരിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറെ കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിക്കില്ലായിരുന്നോ? അങ്ങേ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും അത് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് കഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കിങ് മേക്കർ ആകാനാണ് ഇപ്പോൾ താല്പര്യമെന്ന് തോന്നുന്നു. പിന്നെ ഇനി ഭാവിയിലെങ്ങാനും കേരള മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ഒക്കെ ആകുമ്പോൾ പരീക്ഷിച്ചുകൂടായികയും ഇല്ല. അല്ല, ഇതിപ്പോൾ കേരള രാഷ്ട്രീയം NDAയുടെ വളർച്ച കണ്ട് നമ്മൾ നോക്കുകയാണ്, വിലയിരുത്തുകയാണ് എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വരുന്ന 10 വർഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. 2030-ന് ശേഷം ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് NDAയുടെ ഒരു നിർണായക
ശക്തിയായിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ആ എൻ ഡി എ അതിൽ മുഖ്യ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ എന്നുള്ള രീതിയിലേക്കായിരിക്കും പോവുക. അതിൽ ഘടകകക്ഷികളിൽ പോലും വലിയ മാറ്റങ്ങളുണ്ടാവും. യാതൊരു സംശയമില്ല. ഉറപ്പാണ്. ഇപ്പൊ തന്നെ അവരുടെ അറപ്പ് മാറി, അവരോടുള്ള വിരക്തി മാറി. അതുകൊണ്ട് തൊട്ടുകൂടായ്മയില്ല. ഇപ്പോൾ നമ്മൾ പുലപ്പേടി മണ്ണാപ്പേടി എന്ന് പറയുന്നില്ല, അതുപോലെ ഇപ്പോൾ BJP പേടി ആർക്കും ഇല്ല. തൊട്ടുകൂടായ്മയുടെ കാര്യത്തിൽ ഇല്ല. പണ്ട് നമുക്കറിയാം, പരാജയപ്പെടുത്തുമെന്നുള്ള പേടിയേ ഉള്ളൂ. അല്ല സാർ, പണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80-ന് മുൻപ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനതാ പാർട്ടിക്ക് ഒപ്പം നിന്നത് ഇടത് പാർട്ടികളുണ്ടായിരുന്നു, ലീഗിനൊപ്പം നിന്നിരുന്നു. അല്ല, അതന്ന് ജയപ്രകാശ് നാരായണന്റെ ഒരു മിടുക്കാണ് കേട്ടോ. ജയപ്രകാശ് നാരായണൻ ഈ പിന്നെ അടിയന്തരാവസ്ഥ വന്നപ്പോൾ എല്ലാ തന്നെയും കൂടെ ഒന്നിച്ചേർത്ത്, ജനസംഘവും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകൾ എല്ലാവരെയും ഒന്നിച്ചേർത്തുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ ഒരു ജയപ്രകാശ് നാരായണൻ കേരളത്തിലും BJPക്ക് ഉണ്ടായിക്കൂടെയില്ല. വരുന്ന നാളുകളിൽ അതൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഭരണം കിട്ടണമെന്ന് താല്പര്യമുള്ളവർ, സ്ഥാനം കിട്ടണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ചേർന്ന് ഒരു പുതിയ മുന്നണിക്ക് ഫോർമേഷൻ നൽകും. അങ്ങയുടെ മനസ്സിൽ നിന്ന് ഒരു കാര്യം കൂടി ഞാൻ കുത്തി പുറത്തേക്ക് ഇടുകയാണ്. അതായത് 1969 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കെ കരുണാകരന്റെ ആ കുശാഗ്രബുദ്ധി, ആ തന്ത്രജ്ഞന്റെ ബുദ്ധി, ആ ചാണക്യന്റെ ശക്തി ആ UDF ഉണ്ടാക്കുകയും എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത്? 9 MLA കൊണ്ടാണ് അദ്ദേഹം സർക്കാർ ഉണ്ടാക്കിയത്. അങ്ങനെ അന്ന് 70-ൽ കരുണാകരൻ UDF ആണ് ഉണ്ടാക്കിയതെങ്കിൽ UDF LDF പൊളിച്ചെഴുത്ത് നടത്തി ഒരു പുതിയ മേൽക്കൂരയുള്ള മൂന്നാം മുന്നണി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള BJP നേതാക്കളുടെ ധർമ്മം. അതിന് രാജീവ് ചന്ദ്രശേഖരൻ നിൽക്കുക, അല്ലെങ്കിൽ അതുപോലെ കരുത്തരായവർ ഇനിയും വളർന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവും ശരിയാണ്. തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പ് വളരെ കേരളം അപൂർവമായി കണ്ടിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 1965 നടന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. തുടർന്ന് 2 വർഷം രാഷ്ട്രപതി ഭരണം ഇവിടെ ഉണ്ടായി. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് വലിയ മുന്നണി രൂപീകരണമായിരുന്നു ഭരണം പിടിക്കുവാനായി. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. പിന്നീട് 80-ന് ശേഷം മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇടത് വലത് മുന്നണികൾ, LDF UDF മുന്നണികളൊക്കെ തന്നെ രൂപാന്തരം പ്രാപിക്കുകയും കേരളത്തിൽ മാറി മാറി ഭരിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ BJP എന്ന ശക്തി ഇവിടെ NDA എന്ന മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടതിനും അതിനോടൊപ്പം തന്നെ UDFനും വലിയ വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുന്ന 30ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് കടുകട്ടി വെല്ലുവിളി എതിരാളികൾക്ക് ഉയർത്താൻ സാധിക്കുന്നു. 8ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് ജയം നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അതാണ് നമുക്ക് BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പറയാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ഒരു വശത്ത് നടക്കുന്നു എങ്കിൽ BJPക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണവും അല്ലെങ്കിൽ പോളറൈസേഷനും നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നും ഇവിടെ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം ഇതിൻ്റെയൊക്കെ തന്നെ റിസൾട്ട് എന്താകും എന്ന്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.